إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്നും എവരോടേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും വിവിധങ്ങളായ മരണവാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുഴയിൽ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ മരണപ്പെട്ട വിവരം നാം അറിഞ്ഞു. ഇന്നലെ രാത്രി ഒരു കുടുംബത്തിലെ 3 ആളുകളെ അയൽപക്കത്തുള്ള ഒരു ചെറുപ്പക്കാരൻ തലക്കടിച്ചു കൊന്ന വാർത്ത നാം കേട്ടു. 10 വയസ്സുള്ള ഒരു കുഞ്ഞുമോൻ ഒരു കയറിൽ കുടുങ്ങി, ഊഞ്ഞാലിന്റെ കയറിൽ കുടുങ്ങി മരണപ്പെട്ട വാർത്ത കേട്ടു. എണ്ണിയാൽ തീരാത്ത അപകട മരണങ്ങൾ നാം ഇന്നലെയും ഇന്നുമായി കേട്ടു. അതോടൊപ്പം രാത്രി കിടന്നുറങ്ങിയ പലരും നേരം വെളുക്കുമ്പോൾ മരിച്ചു നിശ്ചലരായ എത്രയോ മരണവാർത്തകൾ ഓരോ ദിവസവും ഞാൻ നിങ്ങളുമെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ മരണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഉറക്കം ഒരു മരണമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിലെ 42-ാമത്തെ ആയത്താണ്
ഞാൻ നാമപന്തി ഓതി വെച്ചത്. അതിൽ അല്ലാഹു പറയുന്നത്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ആത്മാവുള്ള മനുഷ്യരെ അവരെ മരിപ്പിക്കുന്ന നേരം അവരുടെ ആത്മാവിനെ അല്ലാഹു പൂർണ്ണമായി ഏറ്റെടുക്കും. ഒരു മനുഷ്യൻ, ജീവനുള്ള ആളുകൾ മരണമടയുന്നതോടെ അവരുടെ ആത്മാവിനെ അല്ലാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത്. അങ്ങനെ മരിച്ച ആളുകൾ ഇനി ഒരിക്കലും ഭൗതികമായ ജീവിതത്തിലേക്ക് മടങ്ങി വരാത്ത വിധം ഈ ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണസമയം പൂർണ്ണമായി അവരുടെ ആത്മാവിനെ അല്ലാഹു ഏറ്റെടുക്കും. എന്നാൽ മറ്റൊരു മരണത്തെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്, വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവരുടെ ആത്മാവിനെ മാത്രമല്ല പിടിച്ചെടുക്കുന്നത്. മരിക്കുന്ന ആളുകളുടെ ആത്മാവിനെ അല്ലാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. എന്നാൽ എല്ലാ മനുഷ്യരുടെയും ആത്മാവിനെ അല്ലാഹു പിടിച്ചെടുക്കുന്നുണ്ട്, അല്ലാഹു ഏറ്റെടുക്കുന്നുണ്ട്. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ചില ആളുകൾ അവരുടെ ഉറക്കത്തിൽ മരണപ്പെടുന്നില്ല, മരിക്കുന്നില്ല, എന്നാൽ അവരുടെ ആത്മാവിനെ അല്ലാഹു ഉറക്കത്തിൽ പിടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുന്നത്, ആരുടെ മരണമാണോ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ ആ ആത്മാവിനെ അല്ലാഹു ഏറ്റെടുത്ത ആ ആത്മാവിനെ അല്ലാഹു വിട്ടുകൊടുക്കാതെ അവിടെ പിടിച്ചു വെക്കുന്നു. അപ്പോൾ അവർ മരിച്ചു എന്ന് നമ്മൾ പറയും. എന്നാൽ ചില ആളുകളുടെ ആത്മാവ് അല്ലാഹു പിടിച്ചെടുക്കും, ഏറ്റെടുക്കും. ഉറക്കത്തിൽ അല്ലാഹു ഏറ്റെടുത്തിട്ടുള്ള ആ ആത്മാവിനെ അല്ലാഹു വിട്ടുകൊടുക്കും, വീണ്ടും അവർക്ക് ജീവിക്കാൻ അവസരം കൊടുക്കും. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിതമായ അവധി വരെ അത് അല്ലാഹു തആല ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. എന്നും ഏത് സമയത്തും എപ്പോഴും ഉറങ്ങുമ്പോഴെല്ലാം നമ്മുടെ ആത്മാവിനെ റഹ്മാനായ റബ്ബ് ഏറ്റെടുക്കുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. ഉറക്കത്തിൽ അവരെ പൂർണ്ണമായി ഏറ്റെടുക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു പിടിച്ചെടുത്ത ആ ആത്മാവിനെ പിന്നീട് കൊടുക്കുകയില്ല. ജീവിക്കാൻ അവസരമുള്ള ആളുകളുടെ ആത്മാവിനെ അല്ലാഹു തആല വീണ്ടും അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. തീർച്ചയായും ഇതിലൊക്കെ, ഇന്ന ഫീ ദാലിക, ഏതിൽ ചില ആളുകൾ ഉറക്കത്തിൽ മരണപ്പെടുന്നു, ചില ആളുകൾ ആ ഉറക്കത്തിൽ വീണ്ടും അവർ ജീവിക്കുന്നു. ഇതിലെല്ലാം പാഠങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഖൗമി യതഫക്കറൂന, ചിന്തിക്കുന്ന ആളുകൾക്ക്, സമൂഹത്തിന് പാഠമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ രാത്രിയും ഞാൻ നിങ്ങളും ഉറങ്ങിയവരാണ്. മറ്റൊരർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നലെയും ഞാൻ നിങ്ങളും മരിച്ചവരാണ്. ആ മരിച്ച ആളുകളെ പല ആളുകളും, നമ്മളൊക്കെ മരിച്ചു. ചെറിയ മരണം, അൽ മൗത്തുൽ അസ്ഗർ എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തിയത്. നൗം എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് അൽ മൗത്തുൽ അസ്ഗർ, അത് ചെറിയ മരണമാണ്. അല്ലാഹു തആല നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയപ്പോ അല്ലാഹു ഇന്നലെ രാത്രി ഏറ്റെടുത്ത ആയുസ് വീണ്ടും നമുക്ക് നൽകി. മോനെ എന്നുകൂടെ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്ക്, അതുകൊണ്ടാണ് ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളിലെല്ലാം ഈ മരണത്തിന്റെ ഒരു രുചി കാണാം. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ഈ പ്രാർത്ഥനകളിലും ദിക്റുകളിലെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. ഉദാഹരണം, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന ഉടനെ വിശ്വാസികൾ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ ആലോചിക്കാം.
ഇതാണ് ആദ്യ ഒരു വിശ്വാസി പറയേണ്ടത്. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനിക്കാണ്. എങ്ങനത്തെ അല്ലാഹുവാണ്? അല്ലദീ, ഒരു അല്ലാഹുവാണ്. ഇനി അടുത്ത പദം നോക്ക്, അഹ്യാനാ, നമുക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനാണ് സ്തുതി. നമുക്ക് ജീവൻ നൽകിയപ്പോ ബഅദമാ അമാതനാ, നമ്മളെ മരിപ്പിച്ചതിന്റെ ശേഷം വീണ്ടും നമുക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഇലൈഹിൻ നുശൂർ, ആ റബ്ബിലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നമുക്ക് പോകാനുള്ളതും. ആ റബ്ബിലേക്കാണ് പോകാനുള്ളത്, പരലോക രക്ഷാശിക്ഷകൾക്ക് വേണ്ടി എന്ന മഹത്തായ അർത്ഥമുള്ള ആ ദിക്റിലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്താ? ബഅദമ അമാതന, ഉറക്കമാകുന്ന ആ മരണത്തിന് ശേഷം വീണ്ടും എനിക്ക് ജീവൻ നൽകിയ അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മരണമെന്ന ആ മഹനീയമായ ഉറക്കമെന്ന ആ ചെറു മരണത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോ ഒരു മരണത്തിന് വേണ്ടിയുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പോടുകൂടെയാകണം ഉറങ്ങാൻ പോകേണ്ടത്. ചോറ് കഴിച്ച് ഭാര്യയോട് വേഗം വിരിപ്പല്ലാതെ വേഗം പോകുക, ഉറങ്ങുക, അല്ലെങ്കിൽ കുറെ മൊബൈലിൽ തോണ്ടി യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് തോണ്ടിക്കളിച്ച് ആ ഉറക്കത്തിലേക്ക് അങ്ങ് പോകുമ്പോ ആലോചിക്കണം, ഉറക്കത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. പിന്നെ എവിടേക്കാ? മരണത്തിലേക്കാണ് ഞാനും നിങ്ങളും പോകുന്നത്. അതുകൊണ്ട് ആ ഉറക്കത്തിലേക്ക് പോകുമ്പോ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന കൃത്യമായ ബോധത്തോടെ, കൃത്യമായ ചിന്തയോടുകൂടെ, പ്രിയപ്പെട്ടവരെ, ശക്തമായ മുന്നൊരുക്കത്തോടുകൂടെ അതിനാവശ്യമായ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ റസൂല് നൽകിയിട്ടുള്ള പാഠങ്ങളെല്ലാം സ്വീകരിച്ചു കൊണ്ടുവേണം എവിടേക്ക് പോകാൻ? ആ ഉറക്കമാകുന്ന മരണത്തിലേക്ക് പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് മുഅ്മിനായി സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൽ ഫലഖിൽ, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ടിയ രാത്രി വരുമ്പോ അതിന്റെ കെടുതിയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. രാത്രിയുടെ അതിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, എല്ലാ രാത്രിയുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടതാണ്. രാത്രിയിലുള്ള വിപത്തുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടണം. അതുപോലെ തന്നെ ഈ ഉറക്കത്തിന്റെ, ചെറിയ ഈ മരണത്തിന്റെ ഒരുപാട് മര്യാദകൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാത്തതായി ഒന്നുമില്ല. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞ പോലെ നിസ്കാരത്തിന്റെ ആദാബുകളും ദിക്റുകളും പ്രാർത്ഥനകളും എല്ലാം എനിക്കൊന്നും അറിയാത്തതൊന്നുമില്ല, പഠിക്കാത്തതിന്റെ കുറവില്ല. എല്ലാം എന്നേക്കാൾ കൂടുതൽ ആയത്തുകളും ഹദീസുകളും ഓതിയിട്ട് ഈ വിഷയം മനസ്സിലാക്കിയവരാണ്. പക്ഷേ എന്തോ അറിയില്ല, ജീവിതത്തിൽ ഇങ്ങോട്ട് പ്രാവർത്തികമാക്കുന്നിടത്ത് നാം 100% പരാജയപ്പെടുകയാണ്. പഠിക്കാത്തതിന്റെയോ അറിവില്ലാത്തതിന്റെയോ കുറവല്ല, പക്ഷേ ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് തുടക്കത്തിൽ രാത്രിയിൽ തന്നെ രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടണം എന്നതാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കാരണവശാലും വളരെ അത്യാവശ്യമായ നിനക്ക് മറ്റൊരാളെയും കിട്ടിയിട്ടില്ലെങ്കിലല്ലാതെ ഒരിക്കലും ഒരു വീട്ടിൽ നീ തനിച്ചുറങ്ങരുത് എന്ന റസൂലുള്ളാഹിന്റെ നിർദ്ദേശം. തനിച്ചൊരു വീട്ടിൽ ഒറ്റക്ക് ഉറങ്ങാൻ പാടില്ല. വീട്ടിൽ ആരുമില്ല, ഇല്ലെങ്കിൽ അടുത്ത അയൽവാസികളെയോ കൂട്ടുകാരെയോ ആരെങ്കിലും ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണം. കാരണം മരിക്കാൻ രാത്രി എന്താ സംഭവിക്കാൻ അറിയില്ല. സഹായത്തിന് ഒരാളുണ്ടാകും, ഒരു തുള്ളി വെള്ളം എടുത്തിരുന്നെങ്കിൽ പോലും ഒരാളില്ലാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഹാ അനിൽ വഹ്ദ എന്ന റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. അൻ വഹദ, ഒറ്റപ്പെടുന്നത്. അൻ യബീത റജുലു വഹദ, ഒരു മനുഷ്യൻ ഒറ്റക്ക്
ഒറ്റക്ക് രാപ്പാർക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ തീരെ ഉറങ്ങാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല, കഴിവിന്റെ പരമാവധി ആരെയെങ്കിലും വിളിച്ചു വരുത്തി ഒറ്റക്കുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹിയുടെ നിർദ്ദേശം കാണാം. മറ്റൊന്നുറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു നിർദ്ദേശം റസൂലുള്ള പറഞ്ഞു, ഒരിക്കലും കമിഴ്ന്ന് കിടക്കാൻ പാടില്ല. ഹദീസുകളിൽ വളരെ വ്യക്തമായി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ തിഖ്ഫത്ത് ബിനുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. പള്ളിയിൽ കമേന്ന് കിടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് അവിടുത്തെ കാല് കൊണ്ട് തട്ടിയിട്ട് എന്നോട് അവിടുത്തെ കാല് കൊണ്ട് എന്നെ തട്ടി ഉണർത്തി. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തൊറക്കാടോ ഇങ്ങനെ ഉറങ്ങുന്നത്? ഇങ്ങനെ ഉറങ്ങുന്നത്, കമീന്ന് കിടക്കുന്നത് അള്ളാഹുവിന്റെ കോപത്തിനും അവന്റെ വെറുപ്പിനും കാരണമാകും. അതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് നിർദ്ദേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. എല്ലാ പ്രതിസന്ധികളും അങ്ങനെ ഉറങ്ങാൻ പറ്റൂ എങ്കിൽ നമുക്കാകാം. പക്ഷെ ഒരു കാരണവുമില്ലാതെ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ആ ഒരു സ്വഭാവം നല്ലതല്ല എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടെ തന്നെ നാം അറിയുക, മരണമാകുന്ന ചെറുമരണമാകുന്ന ഉറക്കിലേക്കാണ് ഞാനും നിങ്ങളും പോകുന്നത് എന്ന കൃത്യമായ ബോധം ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ വേണമെന്ന ഇസ്ലാം പറയുന്നത്. ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണം കഴിച്ച ശേഷം കയ്യും വായുമെല്ലാം കഴുകണം, നല്ല മിസ്വാക്ക് ചെയ്തുകൊണ്ട് വളരെ വൃത്തിയായി. കാരണം മരിക്കാൻ പോവുക, നല്ല ഒരു മുന്നൊരുക്കം വേണം, നല്ല ശുദ്ധിയോടുകൂടെ യാകണം നീ ഉറക്കത്തിലേക്ക് പോകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, മൻ നാമ വഫീ യദിഹി വമറുൻ വലം യഗ്സിൽഹു ഫഅസാബഹു ഷൈഉൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സാ. വല്ലവനും തന്റെ കയ്യിന്മേൽ നെയ്യോ അതല്ലെങ്കിൽ അതേപോലെയുള്ള വല്ല വസ്തുക്കളും ഉണ്ടായിട്ടത് കഴുകാതെയാണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ അവന്റെ ആ ഉറക്കത്തിൽ അവന് വല്ലതും സംഭവിച്ചാൽ അവൻ അവനെ തന്നെ ആക്ഷേപിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. വേണ്ടത്ര മിസ്വാക്കൊന്നും ചെയ്യാതെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളെ കൊണ്ട് നമ്മൾ കിടന്നു ഉറങ്ങി ആ ഉറക്കത്തിൽ നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ ഉറുമ്പ് പോലെയുള്ള ആ ജീവികളൊക്കെ നമ്മുടെ ശരീരത്തിലേക്കും വായിലേക്കൊക്കെ വരും. നേരം വെളുക്കുമ്പോഴേ ആയിരിക്കും മക്കളും ഭാര്യയും ഒക്കെ അറിയാം, അത് വല്ലാത്ത പ്രയാസാകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ 114 മുമ്പ് നമ്മുടെ ഹബീബ് എത്രമാത്രം സ്നേഹിച്ചെന്നറിയാം. നമ്മുടെ ബാപ്പ പോലും പറഞ്ഞു തന്നിട്ടില്ലാത്ത, നമ്മുടെ ഉമ്മ പോലും നമ്മെ ഉപദേശിച്ചിട്ടില്ലാത്ത, നമ്മുടെ ജീവിതത്തിന്റെ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം പോലും വരാത്ത വിധം വരരുതേ എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വായും കയ്യും എല്ലാം വൃത്തിയാക്കി വളരെ ശുദ്ധിയായിട്ടാണ് നിങ്ങൾ ഉറങ്ങേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പിന്നീട് പ്രിയപ്പെട്ട പ്രവാചകൻ ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, നല്ല വുളു എടുത്തിട്ട് വേണം ഉറങ്ങാൻ. നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ നമ്മള്? ഇന്നലെയും നമ്മൾ രാത്രി മരിച്ചില്ലേ? ആ മരണത്തിൽ നിന്ന് വീണ്ടും നമുക്ക് ജീവൻ നൽകിയ റബ്ബ് ആ റബ്ബാണ്. അതെ, ആ റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒരൊറ്റ ദിവസം പോലും നീ ഉറങ്ങാൻ പോകുമ്പോ വുളൂ ഇല്ലാതെ നീ ഉറങ്ങരുത്. വുളൂ എടുക്കാൻ അറിയാത്ത ആരില്ല. ഒന്ന് പ്രത്യേകം ഒന്ന് പഠിക്കേണ്ട ഒരു വിഷയമൊന്നല്ലല്ലോ. അതുകൊണ്ട് വുളൂ ചെയ്ത് ഇദാ അതൈത മൽജഅക ഫതവല്ലഅ വുളൂഅക ലിസ്സലാ. നിസ്കാരത്തിന് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണോ വുളൂ ചെയ്യുന്നത്, അതേപോലെ പൂർണ്ണമായ വുളൂ എടുത്തുകൊണ്ടാകണം നീ നിന്റെ വിരിപ്പിലേക്ക് ഉറങ്ങുവാൻ പോകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതോടുകൂടെ ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നമ്മുടെ അടുക്കളകൾ ഒരുങ്ങണം, നമ്മുടെ വീട് ഒരുങ്ങണം. കാരണം എന്താ? മരിക്കാൻ പോവുകയാണ്, നമ്മളെ ഉറങ്ങാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. രാത്രി മരിച്ചു പോയാൽ നേരം വെളുത്ത് അടുത്ത കുടുംബങ്ങളൊക്കെ നമ്മുടെ മരണവാർത്തയും അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ അടുക്കളയിൽ പാത്രങ്ങളും എല്ലാം അവിടെയും ഇവിടെയും ചിന്നിച്ചതിന് കഴുകാതെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല.
അതുകൊണ്ട് നിങ്ങളുടെ പാത്രങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി മൂടി വെക്കണം. നിങ്ങളുടെ എല്ലാ പാത്രങ്ങളും, അതുപോലെ വെളിച്ചെണ്ണ പാത്രവും അതുപോലെ എണ്ണ പാത്രങ്ങളും എല്ലാം മൂടി വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടുകൂടെ നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണക്കണം. അള്ളാന്റെ റസൂലിന്റെ നിർദ്ദേശം വിളക്കണക്കണം. അന്നൊക്കെ തീ കൊണ്ടുള്ള ചെറിയ എണ്ണ കൊണ്ടുള്ള വിളക്കുകളായിരുന്നു. അതുകൊണ്ടുണ്ടായിരുന്ന അപകടങ്ങൾ ഇന്നും പലതും അത്തരത്തിലുള്ള അപകട വാർത്തകളും എത്രയോ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിളക്കണക്കുക. ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ടാകണം കിടന്നുറങ്ങേണ്ടത്. അതുപോലെ ഗ്യാസ് സിലിണ്ടറും ഗ്യാസും എല്ലാം അത് പൂട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ടാകണം ഉറങ്ങേണ്ടത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തീ അണക്കണം, അടുപ്പിൽ ഒരു തീയുമില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്ത് നല്ല പൂർണ്ണമായ വുളൂഓടുകൂടെ പ്രിയപ്പെട്ടവരെ വിരിപ്പിലേക്ക് ചെന്നാൽ പിന്നീട് നമുക്ക് അവിടെ പ്രധാനമായ ഒരു സുന്നത്ത് അത് നമ്മൾ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം. എല്ലാ ദിവസവും നമ്മൾ ബെഡ്ഷീറ്റുകൾ അത് കുടയാറുണ്ട്. അതെല്ലാം തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് നമ്മൾ അത് ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ഹബീബ് എന്നോട് പഠിപ്പിച്ച ഒരു സുന്നത്താണിത് എന്നൊരു നിയ്യത്ത് മനസ്സിലേക്ക് കടന്നു വന്നാൽ അത് വല്ലാത്ത പ്രതിഫലമുള്ളതായി മാറും. പ്രിയപ്പെട്ട പ്രവാചകൻ പറയാ, ഇദാ ജാ അഹദുകും ഫിറാശ ഫൽയംഫുദുഹു ബിസ്വനിഫതി തൗബിഹി സലാസ മർറാത്ത്. നിങ്ങൾ ഒരാൾ തന്റെ വിരിപ്പിലെത്തി കഴിഞ്ഞാൽ അവന്റെ ആ വിരിപ്പ് 3 പ്രാവശ്യം കുടയണം, അത് തട്ടിക്കുടയണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ. എന്റെ വിരിപ്പിൽ നിന്ന് ഞാൻ പോരുമ്പോ നല്ല മടക്കി വെച്ചിട്ട് വളരെ വൃത്തിയോടുകൂടെ വന്നതാണ്. അതിലേക്കൊരു ഇഴജന്തുക്കളോ ഉറുമ്പോ ഒന്നും വരാനുള്ള ഒരു സാധ്യതയില്ല. ഒന്നും വേണ്ട, ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അത് നീ ഒരു 3 പ്രാവശ്യം വല്ല ടവലോ അതല്ലെങ്കിൽ വല്ല തോർത്തുമുണ്ടുകളോ എന്തെങ്കിലും എടുത്തുകൊണ്ട് 3 പ്രാവശ്യം ഒന്ന് കുടയുക എന്നത്, അതല്ലെങ്കിൽ അത് ആ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പുതപ്പെടുത്തുകൊണ്ട് 3 പ്രാവശ്യം ഒന്ന് കുടയുക എന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. അത് പ്രധാനമായി കാരണങ്ങൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഏതായിരുന്നാലും അത് ചെയ്യണം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ശ്രദ്ധിക്കണം എല്ലാവരും, അത് സുന്നത്തായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതേ പ്രകാരം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു, നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പാലിക്കേണ്ട സൂറത്തുകളും പ്രത്യേകമായ ആയത്തുകളും ഒക്കെയുണ്ട്. എല്ലാവരും പതിവാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈ മരണമാകുന്ന ഈ ഉറക്കിലേക്ക് കടക്കുമ്പോ വളരെ അതിനു വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പും ഉണ്ടാകണം. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതണം. വിരിപ്പ് കുടഞ്ഞ് വൃത്തിയാക്കി അവിടെ ഇരുന്നിട്ട് കിടക്കല്ല. എന്ത് ചെയ്യാ? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 സൂറത്തുകൾ ഓതുക. ആ ഹദീസിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, ഇദാ അവ ഇലാ ഫിറാശിഹി, നീ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നഫസ ഫീ കഫൈഹി, അവന്റെ കയ്യിൽ ഊതണം. സ്വഹീഹായ ഹദീസാണ്. 2 കൈ ചേർത്ത് വെക്കുക. എങ്ങനെ അല്ല, കൈ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് ആ കയ്യിൽ ഊതുക. കയ്യിൽ ഊതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 പ്രാവശ്യം അത് ഓതുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്, പിന്നീട് പറയുന്നത് എന്താണ്? അവന്റെ ഖുൽ ഹുവല്ലാഹു അഹദ് ഈ 3 സൂറത്തുകൾ ഓതിയിട്ട് സുമ്മ യംസഹു ബിഹിമാ വജ്ഹഹു, അവന്റെ മുഖവും അവന്റെ തലയും ശരീരത്തിൽ കയ്യെത്താവുന്ന സ്ഥലങ്ങളിലെല്ലാം ആ കൈ കൊണ്ട് തടവുക. ഇതൊക്കെ ഒരു മരണത്തിലേക്ക് പോകുന്ന ആ ഒരു തയ്യാറെടുപ്പ്. വളരെ കൃത്യമായി തലയിൽ നിന്ന് തല തടവുക, എന്നിട്ട് പിന്നീട് മുഖം തടവുക, ശരീരത്തിന്റെ മുൻഭാഗങ്ങൾ തടവുക, എന്നിട്ട് പിൻഭാഗത്ത് നമ്മുടെ കൈ എവിടെയൊക്കെയാണോ എത്തുക ആ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തടവണം. എത്ര പ്രാവശ്യം? സലാസ മർറാത്ത്, 3 പ്രാവശ്യം തടവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതൊന്നും ഒരു പ്രയാസമില്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതേ പ്രകാരം പിന്നീട് ആയത്തുൽ കുർസി നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം പറഞ്ഞ ആ ആയത്തുൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസി പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ പ്രകാരം ആമന റസൂലു
പിന്നെ സൂറത്തുൽ ബഖറയുടെ ഏറ്റവും അവസാനത്തിലെ 2 ആയത്തുകൾ, അത് നമുക്ക് മനഃപ്പാടമുള്ള, മിക്കവാറും ആളുകൾക്കൊക്കെ മനഃപ്പാടമുള്ളതാണ്. ആ 2 ആയത്തുകൾ പാരായണം ചെയ്യുക, അത് ഉറക്കത്തിന്റെ മര്യാദയാണ്. അതേ പ്രകാരം സൂറത്തുൽ കാഫിറൂൻ, യാ അയ്യുഹൽ കാഫിറൂൻ, അത് പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, ഇതെല്ലാം കൂടെ ചെയ്യാൻ വേറെ ഒരു 10-15 മിനിറ്റുകൾ മാത്രമേ വേണ്ടി വരൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇദാ അതൈത മൽജഅക ഫതവല്ലഅ വുളുഅക ലിസ്സലാ സുമ്മ തജഅ അലാ ശിദ്ദികൽ അയ്മർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിക്റുകളും ഈ ആയത്തുകളും സൂറത്തുകളും എല്ലാം ഓതി കഴിഞ്ഞതിന് ശേഷം നീ കിടക്കുവാനായി വന്നപ്പോ വുളൂഓടുകൂടെ വരണം. എന്നിട്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിന്റെ കൈ വലത് കവിളിൽ വെച്ചുകൊണ്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് നീ കിടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രീതിയിൽ ഉറങ്ങാൻ നമുക്ക് കഴിയണം. അതേ പ്രകാരം അങ്ങനെ കിടന്നതിന് ശേഷം, അതല്ലെങ്കിൽ ആ കിടക്കാൻ അവസാന വട്ടത്തിൽ ഇതെല്ലാം ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചില പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യ. അല്ലാഹുവേ, അവിടെ നോക്കി നിങ്ങളെ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലുള്ള പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഉറക്കം മരണമാണ്, ആ മരണത്തിന് ശേഷം എനിക്ക് ജീവൻ നൽകിയ അല്ലാഹുവേ നിനക്ക് സ്തുതി. ഉറങ്ങാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥനയോ അവിടെയും കാണാം, അല്ലാഹുമ്മ, അല്ലാഹുവേ ബിസ്മിക, നിന്റെ പേര് കൊണ്ട് അമൂതു, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഉറങ്ങാൻ കിടക്കുന്ന ആള് പറയുന്ന ദിക്റാൻ, അല്ലാഹുവേ നിന്റെ പേരിൽ, നിന്റെ നാമത്തിൽ അമൂതു, ഞാൻ മരിക്കുകയാണ്, ഞാൻ മരിക്കുന്നത് നിന്റെ നാമത്തിലാണ്. വഅഹ്യ, ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, എനിക്ക് വീണ്ടും ജീവൻ ഉണ്ടാകുന്നുവെങ്കിൽ അതും അല്ലാഹുവേ നിന്റെ നാമത്തിലാണ്. വീണ്ടും ഒരു പ്രാർത്ഥന, ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, വദഅതു ജംബി, എന്റെ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ ഇതാ ഞാനിതാ വെക്കുന്നു റബ്ബേ, വബിക അർഫഉഹു, ഞാൻ എന്റെ ശരീരത്തെ ഈ ബെഡിൽ നിന്ന് ഉയർത്തുന്നുവെങ്കിൽ അതും നിന്റെ നാമത്തിലാണ്. ഇനി പറയുന്ന പ്രാർത്ഥന, ഇന്നംസക നഫ്സി, ഇന്നംസക നഫ്സി, അല്ലാഹുവേ ഞാനിതാ ഉറങ്ങാൻ പോവാണ്, ഇന്നംസക നഫ്സി, എന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ അല്ലാഹുവേ ഈ ഉറക്കത്തോടുകൂടെ എന്റെ ദിവസങ്ങളും എന്റെ ആഗ്രഹങ്ങളുമെല്ലാം ഈ ഉറക്കത്തോടുകൂടെ അവസാനിക്കുകയാണെങ്കിൽ ഫർഹംഹാ, അല്ലാഹുവേ എന്റെ ആത്മാവിനോട്, അല്ലാഹുവേ എന്നോട് നീ കരുണ ചെയ്യണേ. വീണ്ടും പറയുന്നു, ഇനിയും എന്റെ ആത്മാവിനെ, നീ പിടിച്ചെടുത്ത ആത്മാവിനെ നീ എനിക്ക് വിട്ടുതരികയാണെങ്കിൽ അല്ലാഹുവേ അതിനെ നീ കാത്തു സംരക്ഷിക്കണം. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നിന്റെ അടിമകളെ നീ കാത്തു സംരക്ഷിക്കുന്നത് പോലെ അല്ലാഹുവേ എന്നെയും നീ കാത്തു സംരക്ഷിക്കണേ എന്ന അർത്ഥത്തിലുള്ള ആ ദുആ ചെല്ലാൻ, ആ പ്രാർത്ഥന ദിക്ർ നിർവഹിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയുക, വെറും മരണം മാത്രമല്ല ആത്മാവ് പിടിച്ചെടുക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഉറക്കമാകുന്ന ആ മരണം നമുക്ക് വരുന്നുണ്ട്. റഹ്മാനായ റബ്ബ് കുറച്ച് സമയത്തേക്കെങ്കിലും എല്ലാം നഷ്ടപ്പെടുന്ന, ഒന്നും അറിയാത്ത കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മുടെ ആത്മാവിനെ റഹ്മാനായ റബ്ബ് പിടിച്ചെടുക്കുന്നുണ്ട്. അത് വീണ്ടും തിരിച്ചു തരുമോ എന്ന് നമുക്കൊന്നും ഉറപ്പില്ലാത്ത ആ ഉറക്കിലേക്ക് ഞാൻ പോകുന്നത്. ഇത് ഈ ഉറക്കോടുകൂടെ എന്റെ ദിവസം അവസാനിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന ആ ഒരു ചിന്തയോടുകൂടെ, അല്ലാഹ് എന്ന ചിന്തയിൽ വിശുദ്ധമായ ഇസ്ലാം, ഞാനൊരു മുസ്ലിമായി എനിക്ക് ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനുമുള്ള അവസരം നൽകണേ എന്ന മഹനീയമായ ഉദ്ദേശത്തോടുകൂടെ നല്ല മനുഷ്യരായി, മുത്തഖിയായി ആ ഉറക്കിലേക്ക് വഴുതി മാറാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. പഠിച്ചാൽ പോരാ, കേട്ടാൽ പോരാ, ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ വിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും
അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള ആദർശങ്ങളും ആ കൽപ്പനകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നത് മുസ്ലിങ്ങളാകുന്ന നമ്മുടെയൊക്കെ ബാധ്യതയാണ്. പക്ഷെ എല്ലാം തികഞ്ഞവരാണ് എന്ന് അഭിമാനിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഓരോ ദിവസവും കേൾക്കുന്ന ചില വാർത്തകൾ നമ്മുടെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. വിവാഹം എന്ന് പറയുന്നത് ഏറെ ലളിതമാക്കേണ്ടതാണ്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഏതോ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിനെ വല്ലാതെ നോവിച്ച ഒരു വാർത്ത കേട്ടു. പടക്കം പൊട്ടിച്ച് ഒരു ദിവസവും 2 ദിവസമൊക്കെ അതിന്റെ പേരിൽ വല്ലാത്ത മലീനസമാകുന്ന രീതിയിലുള്ള ചില ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കാണുകയും ചെയ്തു. അതിന്റെ ആ ശബ്ദത്തിന്റെ കാരണത്താൽ തൊട്ടടുത്തുള്ള വളരെ പറക്കമുറ്റാത്ത ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു വല്ലാത്ത പ്രയാസമുണ്ടായി. ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഈ സമുദായത്തിന്റെ മക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നറിയുമ്പോൾ വല്ലാത്ത പ്രയാസങ്ങളുണ്ട്. നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, ആഡംബരങ്ങളെയും അള്ളാഹുവിന്റെ ധിക്കാര സ്വഭാവങ്ങളെയും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും അതിനാഗ്രഹിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മഹാദി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും നിങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീം.